ഹലോ മുത്തുമണികളെ, എന്തെല്ലാം ഉണ്ട് വിശേഷം? ഈ ഒരു വീഡിയോ ഇന്നലെ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷെ വൈകാരികമായി നമ്മൾ ചില മറുപടികൾ വൈകാരികമായി കൊടുക്കുക എന്നുള്ളത് ശരിയല്ലാത്തത് കൊണ്ടും ഇതൊരു കുട്ടിയെ സംബന്ധിക്കുന്ന കാര്യമായത് കൊണ്ടും നമ്മളെപ്പോഴും ഭയങ്കര ടയേർഡായിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം ഇതിന് മറുപടി പറയണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇന്നലെ നേരത്തെ തന്നെ കിടന്നു. ഇന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റൊന്ന് ഫ്രഷായി ഇതാ നിങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. എന്തിനെ? കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്നെയും ഷെഫീന താത്തേനെയും ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലരും ചെയ്ത കാര്യങ്ങൾ, സംസാരിച്ച കാര്യങ്ങൾ. ഇന്നലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ സംസാര ശൈലി ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നുള്ളതാണ്. അതായത് ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ചു വന്ന സാഹചര്യത്തിലൂടെ ഞാൻ നേടിയെടുത്ത എൻ്റെ സംസാര പാടവം, എൻ്റെ സംസാര ശൈലി ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. എന്നെ നേരിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ പച്ചയായ എന്നെ തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇതിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സംസാര ശൈലി ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാറ്റാൻ ശ്രമിച്ചാൽ എനിക്ക് എന്ത് വ്യക്തിത്വമാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെൻ്റെ വ്യക്തിത്വമാണ്. എൻ്റെ ഈ സംസാര ശൈലി, എൻ്റെ ഈ ജീവിത രീതി, ഇതൊക്കെ ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, ഓരോ ആൾക്ക് വേണ്ടിയിട്ടും നമ്മൾ മാറാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും. നമ്മളുടെ നിലപാടുകളെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാകും. പിന്നെ നമ്മുടെ സ്വഭാവത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാകും. ശൈലി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാകും. പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഉമ്മയായിട്ടാണ്. ഇവിടെ വാശിയില്ല, വൈരാഗ്യമില്ല, ദേഷ്യമില്ല. ഈ നജില എന്ന് പറയുന്ന സ്ത്രീ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ അമ്മയെയും എൻ്റെ ഭർത്താവിനെയും ഒക്കെ അപമാനിച്ച ഒരു രീതി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത രീതികൾ തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് നജിലയോട് മുമ്പ് സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു ബീൻ ഫാമിലി ഉണ്ട്. ആ ബീൻ ഫാമിലി ആയിട്ടാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഫോൺ ചെയ്ത് ആ സ്ത്രീയോട് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പറയാൻ പോകുന്നത്, അയ്യോ ഇവൾ എന്നെ പേടിച്ചു, പിന്നെ ഇവൾ എന്നോട് സന്ധി സംഭാഷണം നടത്താൻ ശ്രമിച്ചു എന്നായിരിക്കും പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നജില ശ്രദ്ധിച്ചു കേൾക്കുക. അതുപോലെ ഇത് പബ്ലിക്കിൽ എനിക്ക് പറയേണ്ടി വരുന്നത് എൻ്റെ ഗതികേട് കൊണ്ടാണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ഷെഫീന താത്തേനെ ഇഷ്ടമില്ലാത്ത, ഷെഫീന താത്ത എന്ത് ചെയ്താലും അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളും ഇത് ശ്രദ്ധിക്കുക. കാരണം ഇത് ഒരു കുട്ടിയുടെ കാര്യമാണ്. ആ കുട്ടി നേരിടുന്ന വിഷമങ്ങളുടെ കാര്യമാണ്. ഈ ലോകത്ത് ഒരു കുട്ടി ഒരു പ്രശ്നം നേരിട്ടാൽ ഒരിക്കലും ഈ ലോകത്തുള്ള ഒരു പോലീസ് സംവിധാനത്തിനോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ബാലാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരാൾക്കും ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കില്ല. ഒരു കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ ലോകത്തുള്ളത്. അത് ഒന്ന് അവളുടെ ഉമ്മയും ഒന്ന് അവളുടെ വാപ്പയും. ഇതിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി കിട്ടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവളുടെ ഉമ്മയെ തന്നെ ആയിരിക്കും. ഒരു കുട്ടി ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് ആ കുട്ടിയെ കേൾക്കുന്ന തൻ്റെ ഉമ്മയെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ കുട്ടി പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നജില കാര്യഗൗരവത്തോടുകൂടി കാര്യത്തെ കാണുക എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ആ കുട്ടിയെ ഒന്ന് ചേർത്തണച്ച് അതിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ
അത് അത്രയും മനസ്സ് തുറന്ന് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ നജില, നിനക്ക് എത്രത്തോളം ആ കുട്ടിയെ കേൾക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. നീ ദയവ് ചെയ്ത് ആ കുട്ടിയെ കേൾക്കാൻ ഒന്ന് സമയം കൊടുക്ക്. നീ വൈകാരികമായി വന്ന് ഈ ജനങ്ങളുടെ മുന്നിൽ നിന്റെ ഉമ്മയെയും നിന്റെ മകളെയും ഒക്കെ നീ തന്നെ ഒന്ന് സംയമനത്തോടു കൂടി മെനിഞ്ഞാന്ന് നീയും നിന്റെ ആ കാമുകനും കൂടി ചേർന്നിട്ടേക്കുന്ന ആ ലൈവ് നീ ഒന്ന് നന്നായി കാണുക. അതുപോലെ തന്നെ പിന്നെ സ്ഥിരം മറ്റൊരു വ്യക്തിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് നിന്റെ മോള് കുളിക്കാൻ പോകുന്നിടത്തും കളിക്കാൻ പോകുന്നിടത്തും തുമ്മാൻ പോകുന്നിടത്തും പഠിക്കാൻ പോകുന്നിടത്തും ഒക്കെ ഇങ്ങനെ വീഡിയോ ഓണാക്കി ആ കുട്ടിയുടെ പിന്നാലെ പറഞ്ഞു വിടുന്ന ആ ജീവിയെ കുറിച്ച് നീ ചിന്തിക്കുക. അയാൾ ഒരു നല്ല മനുഷ്യനല്ല എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അയാളുടെ ചിന്താഗതി എന്താണെന്നുള്ളതും അയാളുടെ ജീവിത രീതി എന്താണെന്നുള്ളതും എന്തായാലും കൂടെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാളുടെ ചീത്ത സ്വഭാവം അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ പുള്ളിക്കാരന്റെ ബടക്ക് സ്വഭാവം എന്താണ് എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. വെറുതെ സംസാരിക്കുന്ന സമയത്ത് പോലും നമുക്ക് പോലും മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരു സ്ത്രീ ശരീരത്തെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രമാണ് ആ പുള്ളിക്കാരൻ കാണുന്നത്. ഒരു ഉമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം, അതുപോലെ ഒരു സഹോദരിക്ക് കൊടുക്കേണ്ട സ്ഥാനം, അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനം എന്താണ് എന്ന് ആ പുള്ളിക്കാരൻ അറിയാൻ പാടില്ല. ആ പുള്ളിക്കാരനോട് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ആ പുള്ളിക്കാരൻ കാണുന്നത് പോലും സെക്ഷുവലിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി നിരന്തരം ഫോണും പിടിച്ച് വീഡിയോ പിടിച്ചും കൊണ്ട് ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് പിന്നാലെ പോകുന്നത് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച് നീ ചിന്തിക്കുക. എന്ത് സംരക്ഷണം? വീഡിയോ തുറന്നു വെച്ച് വീഡിയോ ഓണാക്കി ആ കുട്ടിയുടെ പിന്നാലെ പോവുക എന്നുള്ളത് ആണോ സംരക്ഷണം എന്ന് പറയുന്നത്? അതാണോ സംരക്ഷണം? ആ കുട്ടി ഫോണ് നോക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്റെ വീഡിയോകൾ കാണുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ പ്രലോഭിപ്പിക്കാൻ നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ആ കുട്ടിയെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നുള്ളത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് നീ വീഡിയോ എടുക്കുകയാണ്. ഇത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നാട്ടുകാരെ അല്ല കാണിക്കേണ്ടത്. എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻ്റെ മോള് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ കുട്ടി കളക്ടർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മോൾ കളക്ടർ ആവണം എന്നാണ്. പക്ഷെ എൻ്റെ മോൾ ആഗ്രഹിക്കുന്നത് അവളെ ഏറ്റവും സന്തോഷമായി ജീവിക്കുന്ന ഒരു മുഹൂർത്തം അവൾക്ക് വേണം എന്നുള്ളതാണ് അവൾ ആഗ്രഹിക്കുന്നത്. എങ്കിൽ എൻ്റെ ആഗ്രഹത്തിനാണോ ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എൻ്റെ മോളുടെ ആഗ്രഹത്തിനാണോ? നമ്മൾ ഓൾമോസ്റ്റ് ജീവിച്ചു കഴിഞ്ഞു. നമ്മുടെ മക്കളെ എപ്പോഴും സന്തോഷമായി ജീവിക്കാനാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് എനിക്ക് പറയാം. പക്ഷെ നാളെ എൻ്റെ മോള് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഉപദ്രവിച്ചില്ലേ, നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തിയില്ലേ, എന്നെ ഒന്ന് സന്തോഷമായി ഇരിക്കാൻ നിങ്ങൾ എന്നെ സമയം തന്നോ, നിങ്ങൾ എന്നെ ഇത്തരത്തിൽ വേദനിപ്പിച്ചില്ലേ എന്ന് ആ കുട്ടി ചോദിക്കുന്ന ഒരു സമയം വരും. 18 വയസ്സ് കഴിഞ്ഞാൽ ആ മോള് ചോദിക്കും. നീ തന്നെ ഒന്ന് ആത്മസംയമനത്തോടുകൂടി നീ ഒന്ന് ചിന്തിക്ക്. നീ ഒരുപാട് കഷ്ടപ്പെട്ട്, നീ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരാൾ പോലും സഹായത്തിനില്ലാത്ത സമയത്ത് നീ 3 കുരുന്നുകളെയും നെഞ്ചോട് ചേർത്ത് നീ ഇരുന്ന് കരഞ്ഞ രാത്രികൾ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ കൂടെ നിന്റെ കണ്ണീര് തുടച്ചു തന്ന ആ മോള് ഇന്ന് ആ മോൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവസരം തരൂ എന്ന് യാചിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടുന്ന ഗതികേട്, ആ ഒരു ഗതികെട്ട അവസ്ഥയിൽ ആ മോളെ കൊണ്ട് എത്തിച്ചത് ആരാണ് നജില? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരാൻ, അല്ലെങ്കിൽ ആ കുട്ടിയെ അടച്ചിട്ട ജയിലിൽ ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ നിന്റെ കൂടെയുള്ള ചങ്ങാതി പറയാണ് ആ കുട്ടിയെ ദുർഗുണ പാഠശാലയിൽ കൊണ്ടുവന്ന് ആക്കും. അത് കേട്ട്
ചിരിച്ചുകൊണ്ട് അയാളെ നോക്കുന്ന നിന്നെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നി മോളെ. മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ത്യാഗപൂർണമായ ഒരു കാര്യമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുക. ലോകത്ത് ഒരു മനുഷ്യനക്കും പറ്റൂല, ഒരച്ഛനെ കൊണ്ട് പോലും സാധിക്കില്ല മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അമ്മയെ കൊണ്ട് സാധിക്കും. അവരുടെ വികാര വിചാരങ്ങളെല്ലാം അടക്കി പിടിച്ച് സ്വന്തം കുഞ്ഞിന് അവളുടെ ഇഷ്ടങ്ങളിലേക്ക് എത്താനുള്ള, നമ്മൾ അടിച്ചവരെ ഏത് സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിച്ചാലും അവിടെ അവർ സന്തോഷമായിരിക്കില്ല. അടിച്ച് വലിയ അടി നമ്മൾ കൊടുത്ത് ആ കുട്ടിയെ നന്നാക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു വെക്കുന്ന കാര്യം ആ കുട്ടിയെ സന്തോഷമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തില്ല. പണം സമ്പാദിക്കാൻ നമുക്ക് അവർക്ക് വലിയ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, പക്ഷെ അതിലൂടെ സന്തോഷം നേടിയെടുക്കാൻ എന്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? അവർക്ക് വേണ്ടുന്ന ധൈര്യവും സമാധാനവും കൊടുത്ത് കൂടെ നിൽക്കുന്ന ഒരു ഉമ്മയെയാണ് ആ കുട്ടിക്ക് ആവശ്യം. ആ കുട്ടിക്ക് ആവശ്യം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഉമ്മ കൂടെ ജീവിക്കുന്ന ആ പുള്ളിക്കാരനോടൊപ്പം സെക്സ് ചെയ്യുന്നത് കാണാനല്ല, കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ച് ആ പുള്ളിക്കാരന് വേവിച്ച് വിളമ്പി കൊടുക്കുന്ന ഒരു ഉമ്മയെ കാണാനല്ല. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്ന നിന്റെ കൈ കൊണ്ട് ഒരു നല്ല ഭക്ഷണം ആ മക്കൾ കഴിച്ചിട്ടില്ല. ആ മക്കൾ കഴിച്ചത് ചോറും തൈരും പപ്പടവും മാത്രമാണ്. എന്നാൽ ഇന്ന് എവിടെ നിന്നോ കയറി വന്ന ഒരു പുള്ളിക്കാരന് വേണ്ടി നീ 100 കൂട്ടം കറികളും ചോറുകളും വിളമ്പി അയാൾക്ക് കാത്തിരിക്കുന്നു. മക്കളാണോ പ്രാധാന്യമുള്ളത്, അത് എവിടെ നിന്നോ കയറി വന്ന ഈ പുള്ളിക്കാരനാണോ? നിനക്ക് ജീവിതം വേണം, ഓക്കെ, നിനക്ക് സന്തോഷങ്ങൾ വേണം. നിന്റെ സന്തോഷങ്ങൾ തടയുന്നവരെയൊക്കെ നിനക്ക് ഭയങ്കര ദേഷ്യമാണ്, നിനക്ക് വാശിയാണ്. നിനക്ക് നിന്റെ ഉമ്മയോടും നിനക്ക് വാശി എന്താണ്? നിന്നെ ജീവിക്കാൻ വിടുന്നില്ല, ഭർത്താവിനോടൊപ്പം നിന്നെ ജീവിക്കാൻ വിടുന്നില്ല എന്നുള്ളതാണ്. മക്കളോടൊപ്പം സമാധാനമായി ജീവിക്കാനാണ് അവര് നിനക്ക് വീടുണ്ടാക്കി തന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ കരഞ്ഞ് നിലവിളിക്കുന്ന സമയമൊക്കെ നിന്റെ അടുത്തേക്ക് ഓടി വരുന്നത് ആരാണ്? നീ ആ ഉമ്മയെ പറയുന്ന ഓരോ വാക്കും നിന്റെ മക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായും അത് നിന്റെ മക്കളിലൂടെ നിന്നിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. എത്ര ദുഷ്ടയായ ഒരു സ്ത്രീയോ ആയിക്കോട്ടെ മോളെ, നിനക്ക് തന്ന മുലപ്പാലിന്റെ കൂലി നിനക്ക് കൊടുക്കാൻ പറ്റുമോ? പോട്ടെ, നീ കിടന്ന ആ വയറിന്റെ കൂലി നിനക്ക് കൊടുക്കാൻ പറ്റുമോ? നീ ഇന്ന് ഗർഭിണിയല്ലേ, നിനക്കറിഞ്ഞുകൂടെ ഒരു ഗർഭിണി അനുഭവിക്കുന്ന വേദനകള്, വിഷമതകള്? കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ഞാൻ മക്കളെ വളർത്തി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് നിന്നെയും ആ ഉമ്മ വളർത്തിയത്. അതുപോലെ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ഒരു കുഞ്ഞു കുട്ടി എന്ന് പറയുന്നത് സ്വന്തമായി അതിൻ്റെ ആഹാരം പോലും തേടാൻ അറിയാത്ത ആ കുട്ടിക്ക് സ്വന്തം ചോര ഊറ്റി കൊടുത്ത് ആ കുട്ടിയുടെ വിശപ്പ് മാറ്റുന്ന ഒരുത്തിയാണ് ഉമ്മ എന്ന് പറയുന്നത്. നീ ഇന്ന് എത്രയോ ആ ഉമ്മയെ അപമാനിക്കുന്നു, നീ എത്രയോ ആക്ഷേപിക്കുന്നു. അപ്പോഴും നിന്റെ മകളെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് അവർ നടക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഉമ്മയുടെ കാല് കഴുകി കുടിച്ചാൽ പോലും നീ ചെയ്ത പാപത്തിന്റെ ഫലം തീരില്ല എൻ്റെ മോളെ. നീ ഡെയിലി വന്നിരുന്ന് നിന്റെ ഉമ്മയെ ഇമാതിരി കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ നിന്റെ മകൾ ഓടിച്ചെന്ന് പറഞ്ഞ ഒരു കാര്യം അത് സസൂക്ഷ്മം കേട്ട് ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളും സംരക്ഷണവും കൊടുത്ത് ആ മോളെ ചേർത്ത് നിർത്തുകയാണ് ആ ഉമ്മ ചെയ്യുന്നത്. ഇന്നലെ ആ ഓഫീസിൽ നിറ കണ്ണുകളോടെ ആ ഉമ്മ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കൊണ്ടുപോയി. ആ ഓഫീസിൽ ആ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വെച്ച് ആ ഉമ്മ പറയുകയാണ്, എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ മോളെ ഒന്ന് പോറലേൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവരുടെ സ്വന്തം മകളെയല്ല, മകള് പ്രസവിച്ച അവരുടെ ചെറുകുട്ടിയെ. ആ ഉമ്മയുടെ മനസ്സ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ മോളെ ചേർത്ത് നിർത്തി നീ പറയേണ്ട വാക്കാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൾക്കൊരു പോറലേൽക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് നീ പറയേണ്ട വാക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വെച്ച് നിറ കണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ച ആ ഉമ്മ പറഞ്ഞ വാക്കാണ്, എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ മോൾക്കൊരു പോറലേൽക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ ഉമ്മയെയാണ് മോളെ നീ പൊതുസമൂഹത്തിൽ വന്ന് നിലവിളിച്ച്
അവരെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്. നിനക്ക് ഒരു ഹജ്ജ് ചെയ്താൽ പോലും നിനക്ക് അതിൻ്റെ പാപം കഴുകി കളയാൻ വേണ്ടിയിട്ട് നിന്നെ കൊണ്ട് പറ്റില്ല. നീ ഇപ്പോഴും വികാരക്ഷോഭത്തോടു കൂടിയാണ് കാര്യങ്ങൾ അറിയുന്നതും കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നതും. ഇതൊക്കെ എത്ര പേര് കാണുന്ന ഒരു കാര്യമാണ്, എത്ര പേര് വിലയിരുത്തുന്ന ഒരു കാര്യമാണ് എന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കുക. നീ ആത്മസംയമനത്തോടു കൂടി നീ ഒന്ന് ചിന്തിക്ക് കുട്ടി. നിനക്ക് ഇപ്പൊ നിന്നെ തന്നെ നോക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയെ കൂടിയാണ് നീ കടന്നു പോകുന്നത്. അവിടേക്ക് നീ ഈ കുട്ടിയെ കൊണ്ടുപോകാനാണ് നീ ആഗ്രഹിക്കുന്നത്. അതുപോലെ നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകും, കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് നീ ഹോസ്പിറ്റലിൽ പോകും. നീ നിന്റെ ഉമ്മാരെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ വലിച്ചിഴച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയാൽ നീ ഇല്ലാത്ത സമയത്ത് ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പോലും നിനക്ക് സംരക്ഷിക്കാൻ സാധിക്കുമോ? ആ കുട്ടിയെ നിനക്ക് സംരക്ഷിക്കാൻ സാധിക്കുമോ? നിനക്ക് പ്രസവിക്കാൻ പോകണ്ടേ? അവിടെ നിന്റെ മകൾ എത്രത്തോളം സേഫ് ആണെന്ന് നിനക്ക് പോലും അറിയാം. നിന്റെ ഉമ്മയുടെ കയ്യിൽ നിന്റെ മകൾ എത്രത്തോളം സേഫ് ആണെന്നുള്ളതും നിനക്കറിയാം. എന്നിട്ടും നീ ഈ തെമ്മാടിത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് മോളെ, നിൽക്കരുത്. നിനക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ആ കുട്ടിയെ കഴിയുമെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തുക. അതിനോട് ആത്മസംയമനത്തോടു കൂടി മോൾക്ക് എന്താണ് പറ്റിയത്, മോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്, ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള വേദി പോലും നിഷേധിച്ചുകൊണ്ട് നീ വന്നങ്ങ് ഭയങ്കര ക്രെഡിറ്റിൽ ഞാൻ അടച്ചു പൂട്ടിച്ചു. എടാ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ മക്കള്. ആ മോള് എനിക്ക് തോന്നുന്നു 2 വയസ്സ് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയ യാതനകൾ ആ കുട്ടിക്ക് പറയാനുണ്ട്. 2 വയസ്സ് മുതൽ ആ കുട്ടി അനുഭവിച്ച അരക്ഷിത ബോധത്തിനെ കുറിച്ച് പറയാൻ ആ കുട്ടിക്ക് പറയണം. പക്ഷെ ഇതാര് കേൾക്കും എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഒരു കൺഫ്യൂഷൻ. ദയവ് ചെയ്ത് ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ആ മകളെ നീ കേൾക്കൂ. ഒരു ഉമ്മയായിട്ട് ഈ ലോകത്ത് ആ കുട്ടിയെ സംരക്ഷിക്കാൻ നിന്നെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും സാധിക്കില്ല കുട്ടി. ആ മോളെ നീ ഒന്ന് കേൾക്ക്. ഞാൻ നെഞ്ചു പൊട്ടി നിന്നോട് യാചിക്കുകയാണ്. ഞാൻ എൻ്റെ നെഞ്ചു പൊട്ടി നിന്നോട് യാചിക്കുകയാണ്. ആ മോളെ ഒന്ന് ചേർത്ത് നിർത്തി ആ മോളെ ഒന്ന് കേൾക്കൂ നജില, ഒന്ന് കേൾക്കൂ.